ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഫലൂദയുടെ റെസിപ്പി ആയിട്ടാണ്. സാധാരണ നമ്മൾ ഫലൂദയൊക്കെ കഴിക്കുന്നത് കടയിൽ പോയിട്ടാണല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അത് മാത്രമല്ല, കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അത്രയ്ക്കും എളുപ്പമാണ് നമുക്ക് ഈ ഒരു ഫലൂദ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. വീട്ടിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഫാമിലിയിൽ പുതുതായിട്ട് വന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഫലൂദ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. അതായത് ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ളത് ഒരു 3/4 ഗ്ലാസ് വെള്ളത്തോളം ആവണം കേട്ടോ. അപ്പോൾ അത് അവിടെ നിന്ന് തിളച്ചൊന്ന് കുറുകട്ടെ. അപ്പോഴേക്കും നമുക്ക് കസ്കസ് ഒന്ന് കുതിർത്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം കസ്കസ് ഒരു പൗളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അതിലോട്ട് ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് കുതിർന്ന് വരുമ്പോഴേക്കും നമുക്ക് സേമിയ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ സേമിയ വേവിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് പായസമൊക്കെ വെക്കാറില്ലേ, അതേ സേമിയത്തിൻ്റെ സ്റ്റിക്കാണ് കേട്ടോ. ആ ഒരു ചെറുതായിട്ട് കട്ട് ചെയ്ത് വാങ്ങാൻ കിട്ടുന്നതാണ് ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത്. ഇപ്പോൾ ഇത് നമ്മുടെ സേമിയൊക്കെ അത്യാവശ്യം തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഊറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ട ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ആപ്പിളാണ് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ അത്യാവശ്യം ചെറുതാക്കിയിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഞാൻ ഇതിലോട്ട് എടുത്തേക്കുന്നത് പേരയ്ക്കയാണ്. പേരയ്ക്ക അത്യാവശ്യം പഴുത്ത പേരയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഫലൂദയിലോട്ട് ഈ ഒരു പേരയ്ക്ക കൂടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് നോക്കുക കേട്ടോ. പിന്നെ എടുക്കുന്ന ടൈമിൽ അത്യാവശ്യം നന്നായിട്ട് പഴുത്ത് തന്നെ എടുക്കണം. പിന്നെ ഇതിലോട്ട് ഞാൻ അത്യാവശ്യം പഴുത്തൊരു പ്ലം കൂടി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ആണ്. അതും ഇതുപോലെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അവസാനമായിട്ട് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മാങ്ങയാണ്. മാങ്ങ അത്യാവശ്യം പഴുത്ത് തന്നെ എടുക്കണം കേട്ടോ. അതും ഇതുപോലെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലോട്ട് പഴം വേണമെങ്കിൽ നിങ്ങൾക്ക് പഴം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പഴം ഇവിടെ ആർക്കും ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ പഴം ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ എടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതിലോട്ടേക്ക് ഞാൻ അനാറ് കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒരു ബൗളിലോട്ട് ഇട്ടതിന് ശേഷം അതിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പ് ഇടല്ലോ, അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് സെർവിങ് ഗ്ലാസ് എടുത്തതിന് ശേഷം അതിലോട്ടേക്ക് റോസ് സിറപ്പാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പം ഞാൻ 2 ടേബിൾ സ്പൂണോളം റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണോളം നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ സേമിയം, അത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ടേക്ക് 1/2 ടേബിൾ സ്പൂണോളം കസ്കസ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അതിലോട്ട് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അതുകൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി അതിലോട്ടേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം തണുത്ത പാല് കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇതിലോട്ടേക്ക് നിങ്ങൾക്ക് നട്ട്സ് ഒക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള കാഷ്യൂ നട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണോളം വീണ്ടും ഞാൻ സേമിയ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് അതിലോട്ടേക്ക് ബാക്കിയുള്ള ഫ്രൂട്ട്സ് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ അതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണോളം റോസ് സിറപ്പ് കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ടൈം നിങ്ങളുടെ കയ്യിൽ സ്ട്രോബെറിയുടെ സിറപ്പോ പിസ്താഷ്യോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു സിറപ്പ് കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ അവസാനമായിട്ട് ഞാൻ അതിലോട്ടേക്ക് 2 സ്കൂപ്പോളം വാനില ഐസ്ക്രീം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു ഐസ്ക്രീമിൻ്റെ ഫ്ലേവറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാവുന്നതാണ്. ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനും പിന്നെ കഴിക്കുമ്പോൾ കടിക്കാനായിട്ട് കിട്ടാനും കൂടി അതിലോട്ടേക്ക് കോൺഫ്ലെക്സ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിനെ ഒന്നുകൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ടൂട്ടി ഫ്രൂട്ടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫലൂദ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ കണ്ടില്ലേ, വളരെ എളുപ്പത്തിലാണ് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. ആ ഒരു സെറ്റ് ചെയ്യാനുള്ള ടൈം മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ. ഈ ഒരു ചൂടത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഐറ്റം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഒന്ന് ചെയ്തേക്കണേ.
അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുകയും വേണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.